കുപ്രസിദ്ധ മോഷ്ടാവ് ആഡ് ആന്റണിയെ പാലക്കാട് നോർത്ത് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. കല്ലേക്കാട് ഫാത്തിമ മാതാ പള്ളിയിൽ നിന്ന് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മോഷ്ടിച്ച കേസിലാണ് നടപടി. ക്രൈംബ്രാഞ്ചിലെ ആദ്യ റിപ്പോർട്ട് ലതീഷ് നൽകുന്നു. 2011 നവംബർ 26 കല്ലേക്കാട് ഫാത്തിമ മാതാ പള്ളിയിൽ നിന്നും 47,000 രൂപയുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മോഷ്ടിച്ച കേസിലാണ് ആഡ് ആന്റണിയെ തെളിവെടുപ്പിനായി പാലക്കാട് നോർത്ത് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. പൂജപ്പുര ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ഇയാളെ രാവിലെ 11 മണിക്ക് പാലക്കാട് CJM കോടതിയിൽ ഹാജരാക്കി. നാളെ വൈകിട്ട് 5 മണി വരെയാണ് കോടതി പോലീസ് കസ്റ്റഡി അനുവദിച്ചത്. പള്ളിയിൽ നിന്നും ആംപ്ലിഫയർ, മൈക്ക് തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ് ആഡ് ആന്റണി മോഷ്ടിച്ചത്. കൊല്ലം പാരിപ്പള്ളി ASI മണിയൻപിള്ളയെ കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ആഡ് ആന്റണിയെ കഴിഞ്ഞ ഒക്ടോബറിലാണ് പാലക്കാട് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സുനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഗോപാലപുരത്ത് നിന്നും അറസ്റ്റ് ചെയ്തത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഷൊർണൂരിലും പാലക്കാട്ടും ഇയാൾ മോഷണം നടത്തിയതായി കുറ്റസമ്മതം നടത്തിയിരുന്നു. കൊലപാതക കേസ് ഉൾപ്പെടെ പ്രധാന കേസുകളിലെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയായതോടെയാണ് പാലക്കാട്ടെ മോഷണ കേസിലെ തെളിവെടുപ്പിനായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗൾഫിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ ഏജന്റിനെ തട്ടിപ്പിനിരയായവരുടെ ബന്ധുക്കൾ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. കൊച്ചി സ്വദേശിയായ മുഹമ്മദിനെയാണ് പിടികൂടിയത്. തട്ടിപ്പിനിരയായ വീട്ടമ്മ ഗൾഫിൽ അറബിയുടെ വീട്ടുതടങ്കലിലാണ്. പറഞ്ഞു പറ്റിച്ച ഏജന്റിനെ മറ്റൊരു തന്ത്രത്തിലൂടെയാണ് കുടുക്കിയത്. ഒരാൾക്ക് കൂടി ഗൾഫിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എറണാകുളത്ത് വെച്ച് കാണാമെന്നായി. ഇവിടെ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ വീട്ടുകാർ കൈയോടെ പിടിച്ച് പോലീസിന് കൈമാറി. അടിമാലി സ്വദേശിനിയായ സുജാതയെ കഴിഞ്ഞ ഡിസംബർ 14 ദമാമിൽ വീട്ടുജോലിക്കെന്ന് പറഞ്ഞ് അയച്ചത്. എന്നാൽ ഗൾഫിലെത്തിയ സുജാതയ്ക്ക് കൈപ്പേറിയ അനുഭവങ്ങളാണ് ഉണ്ടായത്. അറബിയുടെ വീട്ടിൽ പൂട്ടിയിട്ട് സുജാതയെ മോചിപ്പിക്കണമെങ്കിൽ 3 ലക്ഷം രൂപ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ ഏജൻസി ഉണ്ട് അറബി നാട്ടില്. ആ ഏജൻസിയിലെ ഓഫീസിൽ ഒരു മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിട്ട് ശാരീരികവും മൊത്തത്തിൽ പീഡിപ്പിക്കുന്നു, ഫുഡ് കൊടുക്കുന്നില്ല, അടിക്കുക, ഉപദ്രവിക്കുകയാണ്. മലയാളി അസോസിയേഷനെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞ് അവരതിന്റെ വെളിയിൽ പോയി നിന്നിട്ട് അവർക്ക് അതിനുള്ളിലേക്ക് പോലും കടക്കാൻ പറ്റുന്നില്ല. അടിമാലി പോലീസിൽ ഏജന്റിനെതിരെ പരാതി നൽകിയെങ്കിലും പിടികൂടാനായില്ല. ഇതിനിടെ ഒരിക്കൽ ഫോണിൽ കിട്ടിയപ്പോൾ ഗൾഫിൽ ജോലി ശരിയാക്കി തരുമോ എന്ന് ചോദിച്ച ഇരകൾ തന്നെ കുരുക്കെറിയുകയായിരുന്നു. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ച മുഹമ്മദിനെ പിന്നീട് അടിമാലി പോലീസിന് കൈമാറി. അറസ്റ്റും ബഹളവും നടക്കുന്നതിനിടെ അത് തന്റെ കടയുടെ മുന്നിൽ വെച്ച് ചിത്രീകരിക്കാനാവില്ലെന്ന് പറഞ്ഞ് ഷേണായിസ് തിയേറ്ററിന് മുന്നിലുള്ള ബേക്കറി ഉടമ മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊടിക്കുന്നിൽ സുരേഷ് MPയെ വധിക്കാൻ ശ്രമിച്ചുവെന്ന വ്യാജ കേസിൽ പാസ്റ്റർ അശോകന് ജാമ്യം അനുവദിച്ചു. അതേസമയം പോലീസ് നടപടിയെ കോടതി രൂക്ഷമായി വിമർശിച്ചു. ക്രൂരമായി മർദ്ദനമേറ്റയാൾ എങ്ങനെ വധശ്രമം നടത്തുമെന്ന് കോടതി ചോദിച്ചു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കൊടിക്കുന്നിൽ സുരേഷ് MPയുടെയും സംഘത്തിന്റെയും മർദ്ദനത്തിനിരയായ പാസ്റ്റർ അശോകനാണ് കോടതി ജാമ്യം അനുവദിച്ചത്. MPയെ വധിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് അശോകനെതിരെ പോലീസ് കേസെടുത്തിരുന്നത്. ക്രൂരമായി മർദ്ദനമേറ്റ അശോകന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വീണ്ടും നൽകിയ അപേക്ഷയിലാണ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 അശോകന് നിബന്ധനകളോടെ ജാമ്യം അനുവദിച്ചത്. അശോകന് വിദഗ്ധ ചികിത്സ നൽകാനും കോടതി നിർദ്ദേശിച്ചു. വീടിനുള്ളിൽ വെച്ച് മർദ്ദനമേറ്റയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത പോലീസിനെയും കോടതി വിമർശിച്ചു. MPക്കെതിരെ വധശ്രമം നടന്നു എന്നതിന് വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാനും പോലീസിന് കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് അശോകന്റെ മകൻ നിഖിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു. ആശുപത്രിയിൽ വെച്ച് നിഖിലിനെ അപായപ്പെടുത്താനും ഒരു സംഘം ആളുകൾ ശ്രമിച്ചതോടെ കൊടിക്കുന്നിൽ സുരേഷ് MPക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്നു. ഈ സാഹചര്യത്തിലാണ് കോടതി ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിച്ചത്. കേസിൽ അശോകന്റെ ഭാര്യയെയും പോലീസ് പ്രതിയാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊടിക്കുന്നിൽ സുരേഷ് MPക്കെതിരെ യുവാവിന്റെ ആത്മഹത്യാക്കുറിപ്പ്. കൊടിക്കുന്നിലിന്റെ ആക്രമണത്തിനിരയായ പാസ്റ്റർ അശോകന്റെ മകൻ നിഖിൽ ദേവിന്റേതാണ് കുറിപ്പ്. തന്റെ മരണത്തിന് ഉത്തരവാദി കൊടിക്കുന്നിലാണെന്ന് കുറിപ്പിൽ പരാമർശം. ഇന്നലെയാണ് നിഖിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ആത്മഹത്യാക്കുറിപ്പ് പുറത്തായി. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4:30 കൊടിക്കുന്നിൽ സുരേഷ് MP ആക്രമിച്ച പാസ്റ്ററുടെ മകൻ നിഖിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. നിഖിലിന്റെ മുറിയിൽ നിന്നുമാണ് ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തത്. തന്റെ മരണത്തിന് ഉത്തരവാദി കൊടിക്കുന്നിൽ സുരേഷും കൊടിക്കുന്നിലിന്റെ ബന്ധു ഷീജയുമാണെന്നാണ് ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശം. നിലവിൽ നിഖിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാൽ അവിടെ നിഖിലിന്റെ ജീവൻ അപായപ്പെടുത്താനും ശ്രമമുണ്ടായി. കോൺഗ്രസിന്റെ വെമ്പായം പഞ്ചായത്ത് അംഗം ഷൈൻലാൽ നിഖിലിന്റെ ട്രിപ്പ് ഊരിമാറ്റാനാണ് ശ്രമിച്ചത്. നിഖിലിന്റെ സഹോദരി നിജില കണ്ടതിനെ തുടർന്ന് ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഷൈനെതിരെ ആദ്യം കേസെടുക്കാൻ പോലീസ് തയ്യാറാകാത്തതും പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. കൊടിക്കുന്നിലിന്റെ ബന്ധു ഷീജയുമായി പാസ്റ്റർ അശോകനും കുടുംബത്തിനും കാലങ്ങളായി തർക്കം നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു കൊടിക്കുന്നിൽ സുരേഷും സംഘവും പാസ്റ്ററെയും കുടുംബത്തെയും കഴിഞ്ഞ ഞായറാഴ്ച ആക്രമിച്ചത്. എന്നാൽ പാസ്റ്റർ അശോകനെതിരെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് തയ്യാറായത്.
നിലവിൽ റിമാൻഡിലുള്ള പാസ്റ്റർ അശോകന്റെ ആരോഗ്യം വഷളായതിനെ തുടർന്ന് അശോകനും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എസ് ഷീജ, തിരുവനന്തപുരം. പാലക്കാട് എക്സൈസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ 35 ലക്ഷം രൂപ കുഴൽപ്പണം പിടികൂടി. തമിഴ്നാട് ഏർവാടി സ്വദേശികളായ സിക്കന്ദർ, ഷാഹുൽ ഹമീദ്, ഉമ എന്നിവരാണ് പിടിയിലായത്. കോയമ്പത്തൂർ രാമനാഥപുരത്തു നിന്ന് മലപ്പുറത്തേക്ക് ബസ്സിൽ കൊണ്ടുപോവുകയായിരുന്നു പണം. കഞ്ചാവ് കടത്ത് വ്യാപകമായതിനെ തുടർന്ന് എക്സൈസ് വിഭാഗം കർശന പരിശോധന തുടരുന്നതിനിടെയാണ് കുഴൽപ്പണവുമായി എത്തിയ തമിഴ് ദമ്പതികൾ പിടിയിലായത്. പാലക്കാട് പൊള്ളാച്ചി റോഡിൽ കൂട്ടുപാത കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സിൽ രാമനാഥപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോവുകയായിരുന്നു ഏർവാടി സ്വദേശികളായ സിക്കന്ദറും ഭാര്യ ഷാഹുൽ ഹമീദ് ഉമയും. സിക്കന്ദറിന്റെ പിതാവ് കൊടുത്തുവിട്ടതാണ് പണമെന്ന് ഇവർ മൊഴി നൽകി. ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു 35 ലക്ഷം രൂപ. ഞങ്ങളുടെ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ VP സുരേഷ് കുമാറിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് ഞങ്ങൾ അതിരാവിലെ 5 മണിക്ക് വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ നമ്പറാണ്. ബസ്സിൽ നിന്നും ഏർവാടി സ്വദേശികളായ 2 പേര് വളരെ മുഷിച്ച ഡ്രസ്സോടുകൂടി കടന്നു വരികയും കഞ്ചാവാണെന്ന് ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകെട്ടുകൾ ഇഷ്ടംപോലെ കാണുകയും അവരുടെ അടുത്ത് പല രേഖകളുണ്ടോ എന്ന് പരിശോധിച്ചതിൽ യാതൊന്നും കാണപ്പെട്ടിട്ടില്ല. ആദ്യമായാണ് കുഴൽപ്പണം കൊണ്ടുപോകുന്നതെന്ന് ഇവർ എക്സൈസിന് മൊഴി നൽകിയിട്ടുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടർ സജീവ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു വാഹന പരിശോധന. പണവും പ്രതികളെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം പാലക്കാട് സൗത്ത് പോലീസിന് കൈമാറി. പോലീസായിരിക്കും വിശദമായ അന്വേഷണം നടത്തുക. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പത്തനംതിട്ട കലഞ്ഞൂരിൽ സദാചാര പോലീസ് ചമഞ്ഞ് ദമ്പതികളെ ആക്രമിച്ച 6 സംഘത്തെ പോലീസ് പിടികൂടി. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൊടുമൺ എസ്റ്റേറ്റിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതികൾ. കഴിഞ്ഞ മാസം 22-നായിരുന്നു ഗർഭിണിയായ യുവതിയെയും ഭർത്താവിനെയും 6 സംഘം ആക്രമിച്ചത്. കഴിഞ്ഞ മാസം 22-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. അഞ്ചൽ ചണ്ണപ്പേട്ട സ്വദേശിയായ ലിബിനെയും 3.5 മാസം ഗർഭിണിയായ ഭാര്യയെയുമാണ് 6 സംഘം സദാചാര പോലീസ് ചമഞ്ഞ് ക്രൂരമായി മർദ്ദിച്ചത്. തുടർന്ന് 16 ദിവസമായി ഒളിവിലായിരുന്ന പ്രതികളെയാണ് പോലീസ് പിടികൂടിയതും. പത്തനംതിട്ട കലഞ്ഞൂർ ഒന്നാംകുറ്റി സ്വദേശികളായ സിജോ വർഗീസ്, സഹോദരൻ സിബി വർഗീസ്, വില്ലി സാം തോമസ്, ജിതിൻ ചാക്കോ, ശരത് S നായർ, മിഥുൻ എന്നിവരാണ് അറസ്റ്റിലായത്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൊടുമൺ എസ്റ്റേറ്റിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികളെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതികളെല്ലാം 20ഉം 21ഉം വയസ്സ് പ്രായമുള്ളവരാണ്. ഡിസംബർ 22-ന് റാന്നിയിൽ നിന്ന് കാറിൽ മടങ്ങും വഴി ലിബിന്റെ ഭാര്യയ്ക്ക് അസ്വസ്ഥത തോന്നിയതിനാൽ വാഹനം നിർത്തി വിശ്രമിക്കുകയായിരുന്നു. ഇതിനിടെ സ്ഥലത്തെത്തിയ 6 സംഘം കാറിനുള്ളിൽ അനാശാസ്യമാണെന്ന് പറഞ്ഞ് അസഭ്യവർഷം നടത്തി. കാറെടുത്ത് മുന്നോട്ട് പോയ ലിബിനെയും ഭാര്യയെയും പിന്തുടർന്ന ഇവർ പത്തനാപുരത്ത് വെച്ച് കാർ തടഞ്ഞു നിർത്തി 2 പേരെയും മർദ്ദിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ആലപ്പുഴ ജില്ലാ സ്കൂൾ കലോത്സവ വേദിയിൽ മത്സരാർത്ഥികളും പുറത്തുനിന്നുള്ളവരും തമ്മിൽ സംഘർഷം. പുറത്തുനിന്നുള്ളവർ പെൺകുട്ടികളെ ശല്യം ചെയ്തതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. തുടർന്ന് പോലീസ് ലാത്തി വീശി അരമണിക്കൂർ മത്സരങ്ങൾ നിർത്തിവെക്കേണ്ട സ്ഥിതിയാണുണ്ടായത്. മധ്യവയസ്കനെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം പാളയം മാർക്കറ്റിന് സമീപം പുലർച്ചെയാണ് മൃതദേഹം കണ്ടെത്തിയത്. 65 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഇയാൾ കൊല്ലം സ്വദേശിയാണെന്ന് സംശയമുള്ളതായി പോലീസ് അറിയിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി വിശദമായ പരിശോധനയും നടത്തി. ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ ASIയുടെ വീട് ആക്രമിച്ച സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിലായി. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന സംഘമാണ് പിടിയിലായത്. SP-യുടെ സ്പെഷ്യൽ സ്ക്വാഡും തൃക്കുന്നപ്പുഴ പോലീസും നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങിയത്. തൃക്കുന്നപ്പുഴ സ്വദേശിയും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻ ടീമിലെ ASIയുമായ CH അലി അക്ബറിന്റെ വീടിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായത്. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും രാത്രിയുടെ മറവിൽ അക്രമികൾ തീവച്ച് നശിപ്പിച്ചിരുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യാജമദ്യം, പാൻ മസാല, കഞ്ചാവ് അടക്കമുള്ളവ അലി അക്ബറിന്റെ നേതൃത്വത്തിൽ പിടികൂടിയിരുന്നു. ഇതിന്റെ വൈരാഗ്യമാകാം ആക്രമണത്തിന് പിന്നിലെന്ന് സംശയമുണ്ടായിരുന്നു. തുടർന്ന് SP-യുടെ സ്പെഷ്യൽ ഓപ്പറേഷൻ ടീമും തൃക്കുന്നപ്പുഴ പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 3 പേർ പിടിയിലായത്. ഹരിപ്പാട് തൃക്കുന്നപ്പുഴ സ്വദേശികളായ സത്താർ, വിഭാജ്, ഷാബു എന്നിവരാണ് പിടിയിലായത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തെത്തിക്കുന്നതിന് നേതൃത്വം നൽകുന്നവരാണ് മൂവരെന്നും പോലീസ് പറഞ്ഞു.
സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇവർക്ക് 30-ലധികം നിരോധിത പുകയില സംരംഭ കേന്ദ്രങ്ങളുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ അലി അക്ബറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായതെന്ന് പ്രതികൾ സമ്മതിച്ചു. പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പാലക്കാട്ടെ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 7.5 കിലോ കഞ്ചാവ് പിടികൂടി. എക്സൈസ് നടത്തിയ വ്യത്യസ്ത പരിശോധനയിൽ 6 കേസുകളിലായി 4 പേരെ അറസ്റ്റ് ചെയ്തു. പാലക്കാട്ടെ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴി വൻതോതിൽ കഞ്ചാവ് എത്തുന്നു എന്ന് തെളിയിക്കുന്നതാണ് വിവിധ ചെക്ക് പോസ്റ്റുകളിൽ വെച്ച് ഇന്ന് പിടികൂടിയ കഞ്ചാവിന്റെ അളവ്. 7.5 കിലോ കഞ്ചാവാണ് വിവിധ ചെക്ക് പോസ്റ്റുകളിൽ നിന്നായി എക്സൈസ് സംഘത്തിന് ഇന്ന് ലഭിച്ചത്. ഗോപാലപുരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നിന്ന് 4 കിലോ കഞ്ചാവ് ലഭിച്ചു. 1 കിലോ കഞ്ചാവുമായി സേലത്ത് നിന്നെത്തിയ തൃശൂർ താണിക്കുളം സ്വദേശി ജെയ്സനെ അറസ്റ്റ് ചെയ്തു. KSRTC ബസ്സിൽ ഒളിപ്പിച്ചു കടത്താനായിരുന്നു ശ്രമം. 2 പൊതികളിലായി ബസിന്റെ റേക്കിൽ സൂക്ഷിച്ച 3 കിലോ കഞ്ചാവ് കണ്ടെടുത്തെങ്കിലും ആരെയും പിടികൂടാനായില്ല. ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റ് കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിൽ മണ്ണുത്തി സ്വദേശി റിയാസിൽ നിന്ന് 1.25 കിലോ കഞ്ചാവ് ലഭിച്ചു. പഴനിയിൽ നിന്ന് തൃശൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ KSRTC ബസ്സിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഗോപാലപുരത്ത് 2 കിലോ കഞ്ചാവുമായി തൃശൂർ എടമുട്ട സ്വദേശി സലീഷും ഇന്ന് പിടിയിലായി. കമ്പത്ത് നിന്ന് ചാവക്കാട്ടേക്ക് കൊണ്ടുപോയായിരുന്നു കഞ്ചാവ്. കഞ്ചിക്കോട് വെച്ചാണ് എറണാകുളം പൈപ്പിൻ സ്വദേശി റോഷൻ 600 ഗ്രാം കഞ്ചാവുമായി പിടിയിലായത്. പരിശോധന തുടരുമ്പോഴും കഞ്ചാവിന്റെ വരവ് വർദ്ധിച്ചുവെന്ന് തെളിയിക്കുന്നതാണ് പിടികൂടിയ അളവ് സൂചിപ്പിക്കുന്നത്. എക്സൈസ് പോലീസ് സംഘത്തിന്റെ പരിശോധന വെട്ടിച്ച് കടത്തുന്നത് ഇതിന്റെ എത്രയോ ഇരട്ടിയും വരും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പത്താൻകോട് ഭീകരാക്രമണത്തിന് പിന്നിൽ ISI എന്ന അമേരിക്കൻ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ. പ്രധാനമന്ത്രിയുടെ പാക് സന്ദർശനമാണ് ISIയെ ചൊടിപ്പിച്ചതെന്നും മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ബ്രൂസി റെയ്ഡൽ വ്യക്തമാക്കി. അതേസമയം വ്യോമസേനാ താവളത്തിന് സമീപം സംശയാസ്പദമായ നിലയിൽ 2 പേരെ സൈനിക വേഷത്തിൽ കണ്ടതിനെ തുടർന്ന് രാജ്യത്ത് സുരക്ഷ കർശനമാക്കി. സുപ്രധാന കേന്ദ്രങ്ങളിലെല്ലാം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാസം 15-ന് നടക്കാനിരുന്ന വിദേശകാര്യ സെക്രട്ടറിമാരുടെ ചർച്ചയിൽ ഇന്ത്യ നിലപാട് കടുപ്പിച്ചു. ചർച്ചയ്ക്ക് മുമ്പായി പത്താൻകോട് ഭീകരാക്രമണത്തിലെ ഭീകരർക്കെതിരെ പാകിസ്ഥാൻ നടപടി സ്വീകരിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഇന്ത്യ കൈമാറിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നടപടി തൃപ്തികരമെങ്കിൽ മാത്രം ചർച്ച മതിയെന്നാണ് സർക്കാർ തീരുമാനം. വ്യോമസേനാ താവളത്തിലെ ഭീകരാക്രമണത്തിന്റെ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ ഇന്ത്യ ഇന്ന് പാകിസ്ഥാന് കൈമാറി. പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജെയ്ഷെ മുഹമ്മദിനെതിരെ നടപടി ഉറപ്പാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. പത്താൻകോട് ഭീകരാക്രമണം ചർച്ച ചെയ്യാൻ പാക് പ്രധാനമന്ത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സർദാർ അസീസുമായി കൂടിക്കാഴ്ച നടത്തി. ആക്രമണത്തിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് ഷെരീഫ് ചർച്ചയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ സൈന്യം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. അതേസമയം പാകിസ്ഥാനോടുള്ള മോദിയുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പാകിസ്ഥാനോട് നിഷേധാത്മകം എന്നൊരു നിലപാടാണ് കഴിഞ്ഞ UPA സർക്കാർ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഭീകരതയും നയതന്ത്രവും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള മോദിയുടെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. പത്താൻകോട് ഭീകരാക്രമണത്തിൽ വ്യക്തമായ നടപടി സ്വീകരിക്കാതെ പാകിസ്ഥാനുമായി ചർച്ചയ്ക്കില്ലെന്ന് ഇന്ത്യ. പാക് പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ ഇന്ത്യ പാകിസ്ഥാന് കൈമാറിയ തെളിവുകളിൽ പാക് നടപടി ഉചിതമെങ്കിൽ മാത്രമേ ചർച്ചയ്ക്ക് താൽപ്പര്യമുള്ളൂവെന്നും ഇന്ത്യ വ്യക്തമാക്കി. റിപ്പോർട്ടിലേക്ക്. ഈ മാസം 15-ന് നടക്കാനിരുന്ന വിദേശകാര്യ സെക്രട്ടറിമാരുടെ ചർച്ചയിൽ ഇന്ത്യ നിലപാട് കടുപ്പിച്ചു. ചർച്ചയ്ക്ക് മുമ്പായി പത്താൻകോട് ഭീകരാക്രമണത്തിലെ ഭീകരർക്കെതിരെ പാകിസ്ഥാൻ നടപടി സ്വീകരിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഇന്ത്യ കൈമാറിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നടപടി തൃപ്തികരമെങ്കിൽ മാത്രം ചർച്ച മതിയെന്നാണ് സർക്കാർ തീരുമാനം. വ്യോമസേനാ താവളത്തിലെ ഭീകരാക്രമണത്തിന്റെ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ ഇന്ത്യ ഇന്ന് പാകിസ്ഥാന് കൈമാറി. പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജെയ്ഷെ മുഹമ്മദിനെതിരെ നടപടി ഉറപ്പാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. പത്താൻകോട് ഭീകരാക്രമണം ചർച്ച ചെയ്യാൻ പാക് പ്രധാനമന്ത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സർദാർ അസീസുമായി കൂടിക്കാഴ്ച നടത്തി. ആക്രമണത്തിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് ഷെരീഫ് ചർച്ചയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ സൈന്യം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. അതേസമയം പാകിസ്ഥാനോടുള്ള മോദിയുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പാകിസ്ഥാനോട് നിഷേധാത്മകം എന്നൊരു നിലപാടാണ് കഴിഞ്ഞ UPA സർക്കാർ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഭീകരതയും നയതന്ത്രവും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള മോദിയുടെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. വയനാട് മാനന്തവാടി തൊണ്ടർനാട് മാവോയിസ്റ്റ് സംഘം പോലീസുകാരന്റെ ബൈക്ക് കത്തിച്ച കേസ് NIA ഏറ്റെടുത്തു. 2014 ഏപ്രിൽ 24 നടന്ന സംഭവത്തിൽ പോലീസ് പ്രതികൾക്കെതിരെ UAPA ചുമത്തി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. മാനന്തവാടി ഡിവൈഎസ്പി പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം കൽപ്പറ്റ സെഷൻസ് കോടതിയിൽ സംഭവത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. മാവോയിസ്റ്റ് നേതാവ് രൂപേഷ് ഉൾപ്പെടെ 9 പേർക്ക് കേസിൽ പങ്കുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. തൊണ്ടർനാട് മട്ടിലയത്തെ പോലീസുകാരൻ പ്രമോദിന്റെ വീട്ടിലെ ബൈക്ക് കത്തിക്കുകയും
മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ പതിക്കുകയും ചെയ്ത സംഭവത്തിൽ 3 സ്ത്രീകളും പ്രതികളായുണ്ട്. രൂപേഷ്, രജീഷ്, അനൂപ് എന്നിവരെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. NIA കേസ് ഏറ്റെടുത്തതോടെ ഉടൻ അന്വേഷണം ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. കുറ്റപത്രത്തിൽ പ്രതികൾക്കെതിരെ UAPA ചുമത്തിയിട്ടുണ്ട്. പ്രതികൾ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായതിനാലും UAPA ചുമത്തപ്പെട്ട ആദ്യ മാവോയിസ്റ്റ് ആക്രമണ കേസ് എന്ന നിലയിലുമാണ് കേസന്വേഷണം NIA ഏറ്റെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. ചന്ദ്രബോസ് വധക്കേസിൽ അന്തിമവാദം വൈകിപ്പിക്കാൻ പ്രതിഭാഗത്തിന്റെ നീക്കം. വിചാരണ കോടതി ജഡ്ജ് സ്ഥലം മാറുന്ന സാഹചര്യത്തിൽ ഏപ്രിൽ വരെ കേസ് നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് മുഹമ്മദ് നിസാം സുപ്രീം കോടതിയെ സമീപിച്ചു. കേസിന്റെ ഉള്ളറകൾ പൂർണ്ണമായി അറിയാത്ത പുതിയ ന്യായാധിപൻ വരുന്നതോടെ അന്തിമവിധി അനുകൂലമാക്കാൻ ആകുമോ എന്ന ശ്രമത്തിലാണ് പ്രതിഭാഗം. ചന്ദ്രബോസ് വധക്കേസ് പരിഗണിക്കുന്ന അഡീഷണൽ ജില്ലാ ജഡ്ജ് KP സുധീർ സ്ഥലം മാറുന്ന സാഹചര്യത്തിലാണ് പ്രതിഭാഗം കേസിന്റെ വിചാരണയും വിധി പറയലും വൈകിപ്പിക്കാൻ ശ്രമം തുടങ്ങിയത്. കുന്നംകുളം കോടതിയിൽ നിന്ന് കേസ് ജില്ലാ കോടതിയിലേക്ക് മാറ്റിയത് മുതൽ അകാരണമായി വിചാരണ വൈകിപ്പിക്കാനുള്ള പ്രതിഭാഗത്തിന്റെ ശ്രമങ്ങൾ കോടതി തടഞ്ഞിരുന്നു. ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല ഇടക്കാല വിധികൾ തേടാനും ശ്രമമുണ്ടായി. പ്രതിഭാഗത്തിന്റെ അനാവശ്യ ഇടപെടലുകളെ കോടതി വിമർശിച്ചതോടെ വിചാരണ കോടതി മാറ്റാനും പ്രതിഭാഗം നീക്കം നടത്തി. മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ സാക്ഷികളാക്കണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതി നിരസിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നിസാം ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടായില്ല. ഇതിനിടെയാണ് അഡീഷണൽ ജില്ലാ ജഡ്ജ് KP സുധീർ സ്ഥലം മാറുമെന്ന സൂചനകളും ഉണ്ടായത്. കേസിന്റെ എല്ലാ വിവരങ്ങളും തുടക്കം മുതൽ തന്നെ അറിയാവുന്ന അഡീഷണൽ ജില്ലാ ജഡ്ജ് തൽസ്ഥാനം ഒഴിയുന്നതോടെ കാര്യങ്ങൾ അനുകൂലമാക്കാമെന്ന കണക്കുകൂട്ടലിലാണ് പ്രതിഭാഗം. ഇതിന്റെ ഭാഗമായാണ് ഏപ്രിൽ വരെ കേസിന്റെ വിചാരണ നീട്ടിവെക്കാൻ മുഹമ്മദ് നിസാം സുപ്രീം കോടതിയെ സമീപിച്ചത്. അങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമത്തിന്റെ ഭാഗമായി സുപ്രീം കോടതിയിൽ മറ്റന്നാൾ വരത്തക്ക രീതിയിലുള്ള ഹർജി ഫയൽ ചെയ്തതായിട്ട് സുപ്രീം കോടതിയിൽ നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. അഡീഷണൽ ജില്ലാ ജഡ്ജ് KP സുധീറിന്റെ സ്ഥലം മാറ്റം ഏപ്രിലിന് മുന്നേ ഉണ്ടാകുമെന്ന ഉറപ്പിലാണ് നിസാമിന്റെ നീക്കങ്ങൾ. കേസിന്റെ ഉള്ളറകൾ പൂർണ്ണമായി അറിയാത്ത പുതിയ ന്യായാധിപൻ വരുന്നതോടെ അന്തിമവിധി അനുകൂലമാക്കാമെന്ന പ്രതീക്ഷയും പ്രതിഭാഗത്തിനുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശാശ്വതി ഗാനന്ദയുടെ ദുരൂഹമരണം സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് നടത്തിവരുന്ന അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. പ്രാഥമിക പരിശോധനയിൽ പോസ്റ്റ്മോർട്ടത്തിൽ അപാകതകൾ കാണുന്നില്ലെന്നും ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. റിപ്പോർട്ടിലേക്ക്. ശാശ്വതി ഗാനന്ദയുടെ ദുരൂഹമരണത്തിൽ തുടരന്വേഷണത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് അഴിമതി വിരുദ്ധ മനുഷ്യാവകാശ സംരക്ഷണ സമിതി സമർപ്പിച്ച ഹർജി തീർപ്പാക്കുകയായിരുന്നു ഹൈക്കോടതി. ശാശ്വതി ഗാനന്ദയുടെ പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവികത കാണുന്നില്ലെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം ദൃശ്യങ്ങളും അനുബന്ധ രേഖകളും പരിശോധിച്ച ശേഷമാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നടത്തുന്ന അന്വേഷണം തുടരാമെന്ന് കോടതി വ്യക്തമാക്കി. ശാശ്വതി ഗാനന്ദയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് നിരവധി കത്തുകൾ ലഭിക്കുന്നുണ്ടെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. ഇതിൽ പലരുടെയും പേരുകൾ പരാമർശിച്ചിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു. 2 മാസത്തിന് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബാർകോഴ കേസിൽ മന്ത്രി കെ ബാബുവിനെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ ആരംഭിച്ചു. എറണാകുളം റേഞ്ച് വിജിലൻസ് SP നിശാന്തിനിക്കാണ് അന്വേഷണ ചുമതല. പരാതിക്കാരനായ ബിജു രമേശിൽ നിന്ന് ഉൾപ്പെടെ നിശാന്തിനി ഉടൻ മൊഴിയെടുക്കും. ബാർകോഴ കേസിൽ ആരോപണ വിധേയനായ എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബുവിനെതിരായ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ ഒതുക്കി എന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. തുടർ നടപടികൾ ഉണ്ടാവാത്ത വേളയിൽ പൊതുപ്രവർത്തകനായ ജോർജ് വട്ടക്കുളം നൽകിയ ഹർജി പരിഗണിച്ച തൃശൂർ വിജിലൻസ് കോടതിയാണ് ത്വരിത പരിശോധന നടത്താൻ ഉത്തരവിട്ടത്. ഈ മാസം 23-നകം ത്വരിത പരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന നിർദ്ദേശത്തോടെ കഴിഞ്ഞ ഡിസംബറിലാണ് വിജിലൻസ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്നാൽ ഇതുവരെയും നടപടികൾ ആരംഭിക്കാത്തത് കേസ് അന്വേഷണം അട്ടിമറിക്കാനാണ് എന്ന വാദത്തിന് ശക്തി പകരുന്നതായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിജിലൻസ് ഡയറക്ടർ മന്ത്രിക്കെതിരെ ത്വരിത പരിശോധന നടത്താൻ വിജിലൻസ് എറണാകുളം റേഞ്ച് SP R നിശാന്തിനിക്ക് നിർദ്ദേശം നൽകിയത്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ വെള്ളിയാഴ്ച പരാതിക്കാരനായ ജോർജ് വട്ടക്കുളത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. തുടർന്നായിരിക്കും ബിജു രമേശ് ഉൾപ്പെടെയുള്ള ബാർ ഹോട്ടൽ ഉടമകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുക. എന്നാൽ കേവലം 2 ആഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജീവിത സായാഹ്നത്തിൽ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണ് ആയിഷ. കാസർഗോഡ് കൂടൽ മർക്കളയിലെ പൊട്ടിപ്പൊളിഞ്ഞ കൂരയിൽ കഴിയുന്ന ഈ ബീഡി തൊഴിലാളിക്ക് ഭർത്താവോ മക്കളോ ഇല്ല. APL കാർഡിൽ ഉൾപ്പെടുത്തിയതിനാൽ സർക്കാർ ആനുകൂല്യങ്ങളും ഇവർക്ക് അന്യം. ഏകാന്തതയും ദുരിതങ്ങളുമാണ് ആയിഷയുടെ ജീവിത സമ്പാദ്യം. ഒരു ജീവിത കാഴ്ചയുമായി ഇന്നിവിടെ പറയുന്നു. നമസ്കാരം. പൈവളിക കൂടൽമർക്കളയിലെ രാജീവ് ഗാന്ധി കോളനിയിലെ അന്തേവാസിയാണ് ആയിഷ. വയസ്സ് 60 പിന്നിട്ടു. ബീഡി തെറുത്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് ജീവിതമാർഗം. ഭർത്താവ് 20 വർഷം മുമ്പ് മരിച്ചു. ആയിഷയ്ക്ക് മക്കളുമില്ല.
അകലെ താമസിക്കുന്ന രോഗിയായ ഏക സഹോദരൻ മാത്രമാണ് ശേഷിക്കുന്ന ബന്ധു. ഒരാങ്ങളുണ്ടോ സൗഖ്യമില്ല, വീട് ഇപ്പം കിട്ടുന്നില്ല, കറക്റ്റ് കിട്ടുന്നു. പേരിനൊരു വീടുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞ തറയും തേക്കാത്ത ചുമരുകളും വാതിൽ പോലുമില്ലാത്ത കോൺക്രീറ്റ് കൂര. റേഷൻ കാർഡ് ഉണ്ടെങ്കിലും ബീഡി തൊഴിലാളിയായ ആയിഷയെ APL വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതിനാൽ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഇല്ല, ഞാൻ 8 കിലോ ഈ ഒരു അരി എടുത്തിന് എങ്ങനെയാണെന്ന് അറിയില്ല. അതിൽ 9 റുപ്യൻ്റെ അരി, 2 റുപ്യൻ്റെ അല്ല. വിധവാ പെൻഷൻ അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതും ലഭിക്കുന്നത് വല്ലപ്പോഴും. പെൻഷൻ ഒരിക്കൽ വന്ന അരി ഇട്ടിട്ട് അതും എല്ലാം വന്നിട്ടില്ല. ഇപ്പോൾ ഒരു കൊല്ലമായി വരാത്ത. ദയനീയമാണ് ആയിഷയുടെ ഒറ്റപ്പെട്ട ജീവിതം. അടച്ചുറപ്പുള്ള വീടെങ്കിലും ലഭിച്ചാൽ മതിയെന്നാണ് ഇവരുടെ ഏക അഭിലാഷം. ജീവിതത്തിന്റെ തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയ സ്ത്രീയാണ് ആയിഷുമ്മ. ഭർത്താവ് നേരത്തെ മരണപ്പെട്ടു, മക്കളുമില്ല. കയറിക്കിടക്കാനുള്ള കൂരയ്ക്ക് വാതിൽ പോലുമില്ല. ആരുടെയും കാരുണ്യം അർഹിക്കുന്ന ദയനീയാവസ്ഥ. ക്യാമറാമാൻ ഷൈജു ബ്ലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.